കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ്റെ തൃശ്ശൂരിലെ വീട്ടിലാണ് ഇന്നലെ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ ഗൂഢാലോചന ഉള്ളതായി അവർ തന്നെ പറയുന്നുണ്ട്. ആരായിരിക്കും ഇതിന് പിന്നിൽ? ഇത് ആരാണെന്നുള്ളത് പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് നേർക്ക് ശോഭാ സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരുടെ വീടിന് മുമ്പിലുള്ള വഴിയിലാണ് ഇതെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ വന്നയാൾക്ക് വീട് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, തിരിച്ചറിയാൻ ഇതിലേത് വീടാണ് ശോഭാ സുരേന്ദ്രൻ്റെത് എന്ന് ഒരു പക്ഷേ തിരിച്ചറിയാൻ സാധിച്ചില്ലായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട്, ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ട് അയാൾ ഒരു വീടിൻ്റെ മുമ്പിലേക്ക് ഈ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നും ഒരു അനുമാനമുണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ട്, ആരോ കരുതിക്കുട്ടി ചെയ്തതാണ്. കാരണം ഇത് കളക്ടറേറ്റിന് വളരെ അടുത്താണ്. അപ്പോൾ എപ്പോഴും ആൾ സഞ്ചാരമുള്ള ഒരു വഴിയാണ്, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ അവർ ഈ പറഞ്ഞതുപോലെ ഇടപ്പള്ളിയിൽ രാമചന്ദ്രൻ എന്നയാൾ പഹൽഗാം അറ്റാക്കിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുകയായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടാണ് അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയൊക്കെ കണ്ട് അതെല്ലാം പൂർത്തിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും കണ്ട് ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് അവർ തിരിച്ച് അവിടേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഏതാണ്ടൊരു 8 മണിക്കൊക്കെ അവരവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ കരുതിക്കൂട്ടി കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നടത്തിയ ഒരു അറ്റംപ്റ്റ് ആകാൻ സാധ്യതയുണ്ട് എന്നവർ സംശയിക്കുന്നു. എന്തായാലും അവർ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഈ സമാധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് തൃശ്ശൂരിൽ. ആ മേഖലയിൽ തന്നെ തിരഞ്ഞുപിടിച്ച് എന്തുകൊണ്ടായിരിക്കും BJP നേതാവിൻ്റെ വീട് തന്നെ ആക്രമിച്ചത്? പ്രത്യേകിച്ച് നാം ആലപ്പുഴയും പാലക്കാടെല്ലാം കണ്ടിട്ടുണ്ട്. ഈ BJP നേതാക്കളും പോപ്പുലർ ഫണ്ടുമായുള്ള പ്രശ്നങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റുന്നതും പിന്നീട് കൊലപാതകത്തിലേക്കെല്ലാം പോകുന്നത് കണ്ട്. അതിൽ ഏറ്റവും വ്യക്തമായത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലൊരു സംഘർഷം നിലനിൽക്കുന്നു, എന്നിട്ട് പോലും അവിടെ ഒരു സുരക്ഷ ഒരുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ മരണപ്പെടുകയാണ്. അപ്പോൾ ആ വീഴ്ച തന്നെ നമുക്ക് കേരളത്തിൽ അനുഭവത്തിലുള്ളപ്പോഴാണ് മറ്റൊരു സംഭവം ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് അല്ലേ? അതെ, ഇത് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്. അവരാണ് ഈ ഇത്തരം രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശോഭാ സുരേന്ദ്രനെയൊക്കെ പോലെയുള്ള നേതാക്കൾക്ക് പ്രത്യേകിച്ചും അവരെ ചുറ്റിപ്പറ്റി എപ്പോഴും അവരെ ഷാഡോ ചെയ്യും പോലീസ്. കാരണം പോലീസിലെ ചില ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ, അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ഇവരെ പിന്തുടരും, ഇവരെ അറിയാതെ തന്നെ ഇവരെ പിന്തുടരും. അത് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ്, അല്ലാതെ അവർക്ക് എന്തെങ്കിലും ദോഷം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് പോലീസിൻ്റെ ഒരു രീതിയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒക്കെ അവർ അത്തരത്തിൽ ആ രീതിയിൽ അവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി, ഒരു പക്ഷേ അത് ഇവർ പോലും അറിയില്ല, ഈ നേതാക്കളൊന്നും അത് അറിയില്ല, പക്ഷേ ഇവരുടെ യാത്രാ വിവരങ്ങൾ ഒക്കെ ശേഖരിച്ച് അവരത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ ഇപ്പോൾ ജില്ല വിട്ട് പോവുകയാണെങ്കിൽ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കും. അതിനനുസരിച്ച് അവിടുത്തെ പോലീസ് അതിൻ്റെ നടപടികൾ എടുക്കും. ഇങ്ങനെ അതൊക്കെ പോലീസിൻ്റെ ദൈനംദിന നമ്മളറിയാത്തൊരു വലിയ സംവിധാനം പോലീസിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല അക്രമ സംഭവങ്ങളും നടക്കാതെ അല്ലെങ്കിൽ അതൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ, പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ BJPയിൽ ഒരു തീപ്പൊരി നേതാവാണ്. അവരെ പൊതുവെ ഈ മാധ്യമങ്ങളടക്കമുള്ളവർ അവർക്ക് പാർട്ടിക്കുള്ളിലും ഭയങ്കര എതിരുണ്ട് എന്നൊക്കെ ആക്ഷേപിക്കുമെങ്കിലും അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള ഒരു ധൈര്യമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കളും പഞ്ഞമില്ല. ഭീഷണി ഉള്ളതായി പലതവണ തന്നെ പലരും പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ എന്തും ആർജവത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി തുറന്നു പറയാൻ കഴിയുന്ന അതിന് ധൈര്യമുള്ളൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ അവർക്ക് ശത്രുക്കൾക്ക് പഞ്ഞമില്ല. അത് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ എതിരാളികളാകട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധ്വംസക സംഘടനകളാകട്ടെ, അത്തരത്തിലുള്ളവരെല്ലാം അവരെ ശത്രുസ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പതനം ആഗ്രഹിക്കുന്നുണ്ട്. അവരെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ അവർ ശ്രമിക്കുമെന്നും തീർച്ചയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ
എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇനിയൊരു അത്തരത്തിലുള്ളൊരു ചിന്ത ആവശ്യമില്ല. പകരം പോലീസ് ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് കൃത്യമായി സുരക്ഷ ഒരുക്കുകയാണ്. അത് ഈ പറയുന്നത് പോലെ പോലീസ് പട്രോളിംഗ്, 24 മണിക്കൂറും ശോഭാ സുരേന്ദ്രന് സെക്യൂരിറ്റി കൊടുക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അവർ താമസിക്കുന്ന പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തുക, പോലീസിൻ്റെ ഈ പറയുന്നത് പോലെയുള്ള ഈ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെ ഇടപെടലൊക്കെ കൃത്യമായിട്ട് നടക്കുക. ആ തരത്തിലുള്ള ചില നീക്കങ്ങൾ പോലീസ് നടത്തിയാൽ തന്നെ ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ, ഇത്തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് പരുങ്ങും, അവരൊന്ന് പിൻവലിയും എന്ന് തീർച്ചയാണ്. പ്രത്യേകിച്ചും ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ കർശനമായ സുരക്ഷ ശോഭാ സുരേന്ദ്രന് മാത്രമല്ല എല്ലാ നേതാക്കൾക്കും കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയിലൊക്കെ ഉള്ള നേതാക്കൾക്കും RSSന്റെ പല മുതിർന്ന നേതാക്കൾക്കും കൊടുക്കേണ്ടതാണ്. കാരണം അപ്പം തന്നെ പലരും സമൂഹ മാധ്യമങ്ങളിൽ ഇത് താരതമ്യം ചെയ്യുന്നത് പണ്ട് AKG സെന്റർ ഒന്ന് കുലുങ്ങിയിട്ടുണ്ടല്ലോ, ഈ PK ശ്രീമതിയും അതെ EP ജയരാജനും എല്ലാം പറയും പോലെ അങ്ങനെ ഒരു കുലുങ്ങലായിരുന്നോ? അത് നമുക്കറിയില്ല. ഇപ്പം AKG സെന്ററിൽ നടന്നത് കുലുങ്ങലാണോ കുലുക്കിയതാണോ എന്നൊക്കെ ഉള്ളത് എന്തായാലും പിണറായി പോലീസാണ് അത് അന്വേഷിക്കുന്നത്. വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചില കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ച് അവരാണിത് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഒരു സ്ത്രീ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. എന്തായാലും അതിൻ്റെ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചോ എന്ന് പോലും വ്യക്തമല്ല. ഇവിടെ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ RSS നേതാക്കൾ അടക്കമുള്ളവർക്ക് പലർക്കും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയവരാണ് അവരൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടെത്തി പോലീസിന് ലിസ്റ്റ് ചോർന്ന് കിട്ടി. അത് പിന്നീട് അത് അവരുടെ നിരോധനത്തിലേക്ക് വരെ ചെന്നു, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിലേക്ക് വരെ ചെന്നു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള സംഘപരിവാർ നേതാക്കൾക്ക് കർശനമായ സുരക്ഷ ഒരുക്കേണ്ടതാണ്. അത് പോലീസ് അക്കാര്യത്തിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം, നിലവിൽ ഇവർക്കൊക്കെ എതിരെ പലർക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു എന്താ പറയണ്ടേ, അവരുടെ ഒരു കൈ അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടം ഇവർക്കെതിരെ ഉണ്ട്, ഇവർക്ക് മേൽ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തക്കം കിട്ടിയാൽ ഇവരെയൊക്കെ അപായപ്പെടുത്താൻ അവർ ശ്രമിക്കുമെന്നും തീർച്ചയാണ്. അതാണ് നമ്മൾ ആലപ്പുഴയിലൊക്കെ കണ്ടത്. ആലപ്പുഴയിലൊക്കെ കണ്ടത് അതാണ്. കാരണം അത്തരം ആൾക്കാരുടെ ഒരു കൃത്യമായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ അറ്റാക്ക് ചെയ്യുക, ആ ആളിനെ വകവരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ ആ രഹസ്യാത്മക സ്വഭാവം കൊണ്ടും രഹസ്യമായ പ്രവർത്തനങ്ങൾ പല രീതിയിൽ നടക്കുന്നത് കൊണ്ടും നമ്മളെപ്പോഴും ജാഗ്രതയോടെ പോലീസും മറ്റ് ഏജൻസികളും ഇക്കാര്യത്തിൽ ഒരു എന്താ പറയണ്ടേ, അതീവമായ സൂക്ഷ്മമായ ജാഗ്രത പുലർത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് വലിയ വില അതിന് കൊടുക്കേണ്ടി വരും എന്ന് തീർച്ചയാണ്. എന്തായാലും ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച അന്വേഷണം കാര്യക്ഷമമായിട്ട് പുരോഗമിക്കട്ടെ. ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടെത്തണം. ഇത് രാഷ്ട്രീയമായൊരു സംഭവമാണോ അതോ രാഷ്ട്രീയത്തിന് അതീതമായ എന്തെങ്കിലും കാരണങ്ങളാണോ ഇതിൻ്റെ പുറകിലെന്നുള്ളതും ഇത് പോലീസ് അന്വേഷിച്ചറിയേണ്ടതാണ്. അതിൻ്റെ ഗൂഢാലോചന കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണ്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾക്ക് ഇനിയെങ്കിലും ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കേരള പോലീസ് മടി കാണിക്കരുത്. അതിന് ഒട്ടും തന്നെ അമാന്തമുണ്ടാകരുത്. എത്രയും വേഗത്തിൽ അത് നടപ്പാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ, പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് കർശനമായ സുരക്ഷ ഒരുക്കേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.